ദൈവം ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. എന്താ അല്ലേ? അങ്ങനെ ജാസ്മിനും ഗബ്രിയും ജയിലിലേക്ക്. യുവമിഥുനങ്ങൾ എന്താ പറയാ, ജയിലിലേക്കാണ്. ഇനി അടുത്ത ലീലകൾ നമുക്ക് ജയിലിൽ കാണാം. ഓപ്പൺ നോമിനേഷൻ, ഡയറക്റ്റ് നോമിനേഷനിൽ നമ്മുടെ ഗബ്രിയെ ജയിലിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ബാക്കി എല്ലാ മണ്ഡന്മാരായ വീട്ടുകാരും കൂടി ചേർന്ന് എന്ത് ചെയ്തു, നമ്മുടെ ജാസ്മിനെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ യുവ മിഥുനങ്ങൾക്ക് ഒരു ഹണിമൂണിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ജയിലിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. മണ്ടത്തരമെന്നല്ലാതെ എന്ത് പറയാനെന്ന് നോക്കിക്കണം. അവസാനം ഇനി പേരാരെങ്കിലും പറഞ്ഞത് കുറഞ്ഞു പോകുമോ എന്നുള്ള ഭയത്തിൽ അവസാനം ഗബ്രി വരെ ജാസ്മിന്റെ പേര് നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക്. അങ്ങനെ അവർ ജയിലിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ഒത്തു കിടക്കുന്നു എന്നുള്ള പരാതി, ഒത്തിരുന്ന് സംസാരിക്കുന്നു എന്നുള്ള പരാതി, ഇതെല്ലാം ഇനി ആർക്കും ഒരു പരാതിയും കാണില്ല. കാരണം ഒരു ദിവസത്തേക്ക് അവർ ഒരു റൂമിലാണ്, ഒരു ജയിലിലാണ്. കണ്ടന്റുകളുടെ ചാകരയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കും. ഒന്നുകിൽ അവരുടെ പ്രണയം തുറന്നു പറഞ്ഞുകൊണ്ട് അടുത്ത ലെവലിലേക്ക് പോകും. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിൽ നോമിനേഷൻ കണ്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നത്, മനസ്സിലായി? എനിക്ക് ചിരിയാ വന്നത്. ഇവരെല്ലാവരും കൂടി ഈ കുറ്റം പറഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ജാസ്മിനെ തന്നെ ഗബ്രിയുടെ കൂട്ടത്തിൽ കൊണ്ട് ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നു. ഓരോ ജാസ്മിന്റെ പേര് കിട്ടുമ്പോൾ ഇവിടെ മനസ്സിങ്ങനെ ആഹ്ലാദിച്ച് ഉന്മാദം നൃത്തം ചാടുന്നത് ഈ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഹൃദയങ്ങളിലായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും അവിടെയുള്ള കണ്ടസ്റ്റൻസുമാർക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഇല്ലാതെ പോയി. എന്തായാലും രണ്ടുപേരുടെയും ആഗ്രഹം നടന്നിട്ടുണ്ട്. രണ്ടുപേരും ജയിലിലേക്ക് പോവുകയാണ്. എൻ്റെ കർത്താവേ, ഇനി എന്തൊക്കെ കാണണമോ എന്തോ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.